ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. RSSന്റെ കോട്ടയായ നാഗ്പൂരിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ നാട്ടിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വളരാനുള്ള സാധ്യത തന്നെയില്ല. അങ്ങനെയുള്ള കാവിക്കോട്ടയെ തകർത്തെറിഞ്ഞ് വൻ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. രാജ്യം ഭരിക്കുന്നത് തങ്ങളാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന RSSുകാർ. എന്നാൽ RSSന്റെ ആസ്ഥാനമായ നാഗ്പൂരടക്കം 5 ജില്ലാ പഞ്ചായത്തുകളാണ് BJPക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നാഗ്പൂരിൽ ആകെയുള്ള 58 സീറ്റുകളിൽ 30 സീറ്റുകളും നേടിയിരിക്കുന്നത് കോൺഗ്രസ് ആണ്. നിതിൻ ഗഡ്കരിയുടെ നാട്ടിൽ പോലും വിജയിച്ചു കയറിയിരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നതും ശ്രദ്ധേയമാണ്. ഈ തിരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് NCP ശിവസേന സഖ്യമായാണ് നേരിട്ടത്. ശിവസേനയ്ക്ക് 1 സീറ്റും NCPക്ക് 11 സീറ്റുകളും ലഭിച്ചപ്പോൾ കോൺഗ്രസ് NCP ശിവസേന സഖ്യത്തിന് ആകെ ലഭിച്ചത് 42 സീറ്റുകളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി തിരഞ്ഞെടുക്കപ്പെട്ട BJPക്ക് ഈ തോൽവി വലിയ തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ 73 ജില്ലാ കൗൺസിലുകളിലും 145 പഞ്ചായത്ത് സമിതികളിലും കോൺഗ്രസ് ആണ് വിജയിച്ചത്. സഖ്യകക്ഷിയായ NCPക്ക് 46 ജില്ലാ കൗൺസിലും 80 പഞ്ചായത്ത് സമിതികളിലും വിജയിക്കാനായി. ശിവസേന 49 ജില്ലാ കൗൺസിലിലും 117 പഞ്ചായത്ത് സമിതികളിലും വിജയിച്ചു. നാഗ്പൂരിൽ NCPക്ക് 11 സീറ്റുകളാണ് ലഭിച്ചത്. അതേസമയം ശിവസേനയ്ക്ക് 1 സീറ്റിൽ വിജയിക്കാനായി. നാഗ്പൂരിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിന് 42 സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചപ്പോൾ BJP വെറും 15 സീറ്റുകളിലേക്കാണ് ഒതുങ്ങിപ്പോയത്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, മുതിർന്ന നേതാവായ ചന്ദ്രകാന്ത് ബവൻകുലെ എന്നീ നേതാക്കളുടെ തട്ടകങ്ങളിൽ ഉൾപ്പെടെ BJPക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ഗഡ്കരിയുടെ നാട്ടിൽ ഉൾപ്പെടെ കോൺഗ്രസ് കരുത്ത് തെളിയിച്ചു. വിദർഭ മേഖലയിലും BJPക്ക് ആധിപത്യം നഷ്ടമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മേഖലയിൽ 29 സീറ്റുകൾ ലഭിച്ചിരുന്നു. പാൽഘറിൽ 57 സീറ്റിൽ 18 സീറ്റുകളിൽ ശിവസേന വിജയിച്ചു. BJPക്ക് 12 സീറ്റുകൾ മാത്രമാണ് വിജയിക്കാനായത്. കഴിഞ്ഞ തവണ ഇത് 21 സീറ്റുകളിലാണ് BJP വിജയിച്ചിരുന്നത്. ധൂലയിൽ മാത്രമാണ് BJPക്ക് ആശ്വാസ വിജയം നേടാനായിരിക്കുന്നത്. ഇവിടെ ആകെയുള്ള 56 സീറ്റിൽ 39ലും BJPയാണ് വിജയിച്ചത്. മഹാവികാസ് അഘാഡി സഖ്യത്തിന് 14 സീറ്റുകൾ മാത്രമാണ് ഇവിടെ നിന്നും ലഭിച്ചത്. കോൺഗ്രസിന് 7 സീറ്റുകളിലാണ് വിജയിക്കാനായതും. സന്ദർബാറിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ചു. കോൺഗ്രസിന് 23 സീറ്റുകളാണ് ഇവിടെ ലഭിച്ചത്. വാഷിമിൽ NCPയാണ് മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നത്. 52 സീറ്റിൽ 12ഇടത്ത് NCP വിജയിച്ചപ്പോൾ കോൺഗ്രസിന് 9 സീറ്റുകളിൽ വിജയിക്കാനായി. ശിവസേന 6 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ BJP വെറും 7 സീറ്റുകളിൽ ഒതുങ്ങി. ആഗോളയിൽ പ്രകാശ് അംബേദ്കറിന്റെ വഞ്ചിത് ബഹുജൻ അഘാഡി 23 സീറ്റുകളിൽ വിജയിച്ചു. ശിവസേന 11 സീറ്റുകൾ നേടിയപ്പോൾ BJP 7ഉം കോൺഗ്രസ് 5ഉം NCP 3 സീറ്റുകളും നേടിയിരുന്നു. മഹാരാഷ്ട്രയിൽ ഭരണം കൈവിട്ടതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത പ്രചരണമായിരുന്നു മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ BJP നടത്തിയിരുന്നത്. കാർഷിക കടം എഴുതിത്തള്ളിയതും അതാത് മേഖലകളിലെ നേതാക്കളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതുമായാണ് കോൺഗ്രസിനെ തുണച്ചതെന്ന് BJP നേതാവ് ചന്ദ്രകാന്ത് പ്രതികരിച്ചു. അതേസമയം BJPയുടെ ശക്തരായ നേതാക്കൾ ഉള്ളിടത്ത് പോലും BJPക്ക് പിടിച്ചു നിൽക്കാനായില്ല എന്നതാണ് വരാനിരിക്കുന്ന തിരിച്ചടികളുടെ മുന്നറിയിപ്പ് എന്ന് NCP നേതാവ് ജയന്ത് പാട്ടീൽ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.